ജനിത ചില സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് താമസിച്ചത്. എന്താണേലും ഒരു 3-4 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. പല കാരണങ്ങളാൽ നമുക്ക് സാങ്കേതികമായ പ്രശ്നങ്ങളും മറ്റു പല പ്രശ്നങ്ങൾ മൂലമാണ് നമുക്ക് ക്ലാസ്സുകൾ പൂർണ്ണമായിട്ട് നടക്കാതെ. അതിനാൽ വർഗീസ് ഡോക്ടറുടെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് പതിവ് പോലെ തന്നെ നമ്മുടെ സെഷനിലേക്ക് കടക്കാം. നമ്മുടെ സ്റ്റാൾവർത്തുകളായ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരായ ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവ് ഡോക്ടർ സാമുൽ ഹൈമാനിയും അതുപോലെ തന്നെ ഈ GSK ജർമ്മൻ ഹീലിംഗ് നോളജിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ റൈക്കി ജിയർ ഹാമറെയും സ്മരിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾക്ക് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ക്ലാസ്സുകളെ പറ്റിയൊക്കെ ഏകദേശം എല്ലാവർക്കും ധാരണയുണ്ടാവും, ഏകദേശമൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഡോക്ടർ വർഗീസിന്റെ ക്ലാസ്സുകൾ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം അതിലുള്ള സ്പെഷ്യൽ ബയോളജിക്കൽ പ്രോഗ്രാംസ് എന്ന സബ്ജക്റ്റ് കഴിഞ്ഞ ആഴ്ചയോടുകൂടി ഡോക്ടർ വർഗീസ് പൂർത്തീകരിച്ചു. ഇനി ഷിസോഫ്രെനിക് കൺസ്റ്റലേഷൻസ് ആണ് ഇനി എടുക്കാനുള്ളത്. അപ്പം പലപ്പോഴും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ശരാശരി 10-നും 20-നും ഇടയ്ക്കുള്ള ആൾക്കാരാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. ഏകദേശം എല്ലാവർക്കും തന്നെ നമ്മുടെ നിയമങ്ങളെ പറ്റിയും ഈ ആശയത്തെ പറ്റിയും ഏകദേശം ധാരണയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ധാരണയില്ലാത്തവർക്ക് നമുക്ക് ഒരിക്കൽ കൂടി ഒരു ചെറിയ ഒരു ഓർമ്മപ്പെടുത്തലിൽ കൂടി നമുക്ക് ഒരിക്കൽ കൂടി മുന്നോട്ട് പോകാം. ഡോക്ടർ ഹാമർ, റൈക്കി ഗിയർഡ് ഹാമറിന്റെ GSK അഥവാ ജർമാനിക് ഹീലിംഗ് നോളജ് ഓർ GNM, ആദ്യകാലത്ത് GNM ജർമ്മൻ ന്യൂ മെഡിസിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ശാസ്ത്രം ഇന്ന് ലോകത്തിൽ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 ബയോളജിക്കൽ ലോസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ നിയമങ്ങൾ, ഈ ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പല പ്രാവശ്യം നമ്മൾ ഇതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. 5 നിയമങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം. ഒന്നാമത്തെ നിയമം ദ കോൺഫ്ലിക്റ്റ് എന്ന് കഴിഞ്ഞാൽ എല്ലാ ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ രോഗങ്ങളും എന്ന് അറിയപ്പെടുന്നത് ഒരു ബയോളജിക്കൽ കോൺഫ്ലിക്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ ബയോളജിക്കൽ കോൺഫ്ലിക്റ്റിൽ നിന്ന് തുടങ്ങുന്ന രോഗങ്ങൾ ബാധിക്കുന്നത് ശരീരത്തിന്റെ സൈക്കിനെയും ബ്രെയിനിനെയും ഓർഗനിനെയും ഒരുമിച്ചാണ്. ഈ ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത്. നമുക്കൊരു തലവേദന ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കൈക്കൊരു വേദന ഉണ്ടാകുമ്പോൾ കൈക്ക് മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ തലയ്ക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ ദേഹത്തൊരു പാടുണ്ടായിരിക്കുമ്പോൾ അവിടെ മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്, മറിച്ച് സൈക്കിലും ബ്രെയിനിലും ഓർഗനിലും ഒരുമിച്ചാണ് എന്നുള്ള, അതായത് ഓർഗൻ സിങ്ക്രോണസിറ്റി എന്ന ഈ ഒരു കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ കോൺഫ്ലിക്റ്റ് എന്ന ഈ ഒരു ആശയം മലയാളത്തിൽ ജീവിത സംഘർഷങ്ങൾ എന്ന് പറയുന്നത്, ഈ ജീവിത സംഘർഷങ്ങൾ ഇല്ലാത്ത ഒരു മനുഷ്യരും തന്നെ നാട്ടിലില്ല, ആരുമില്ല. ഗർഭത്തിലിരിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ജീവിത സംഘർഷങ്ങളുണ്ട്. അമ്മയുടെ സംഘർഷങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് വരുന്നു. അതിനുശേഷം പിറവിയെടുക്കുമ്പോൾ തൊട്ട് മരണം വരെയും സംഘർഷങ്ങളിൽ കൂടിയാണ് ഒരു മനുഷ്യനും കടന്നു പോകുന്നത്. അതിൽ ഡോക്ടർ ഹാമറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റപ്പെട്ട സഡൻ ആയിട്ട് ഉണ്ടാകുന്ന സംഘർഷങ്ങൾ കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ആശയം. അത് പക്ഷെ പലപ്പോഴും നമുക്ക് സഡൻ ആയിട്ടുണ്ടാകുന്നത് എന്ന് ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് അങ്ങനെ മാത്രമായിട്ടല്ലാതെയും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പം ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് നിത്യജീവിതത്തിൽ നിന്ന് പറഞ്ഞെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ക്ലാസ്സിൽ പഠിക്കാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് തന്നെ സഹപാഠികളിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ ഒരു ദിവസം തുടങ്ങുന്നു, പക്ഷെ അത് എന്നും മുന്നോട്ട് പോകും.
അങ്ങനെ വഴിയായിട്ട് ആ കുട്ടിക്കൊരു സംഘർഷത്തിന്റെ ഒരു സാധ്യതയുണ്ട്. കുട്ടിക്ക് ചിലപ്പോൾ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റാത്ത, അതല്ലെങ്കിൽ ഒരു ഭയത്തിന്റെ അവസ്ഥ, അതനുസരിച്ചിട്ട് ഒരു കംപ്ലൈന്റുകൾ ഉണ്ടാകും. ഇനി ഒരു മുതിർന്നയാളെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ, കുട്ടിക്ക് ഒരു രോഗം ഉണ്ടാകുമ്പോൾ, ആദ്യത്തെ രോഗത്തിന് ഒരു ഭയമുണ്ടായി. അത് കഴിഞ്ഞ ശേഷം ചിലപ്പോൾ ചില കുട്ടികൾക്ക് സ്ഥിരമായിട്ട് അസുഖങ്ങൾ വരും. അത് അവരിലൊരു സംഘർഷ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഡിസ്കോർഡ്സ്, അതല്ലെങ്കിൽ വീട്ടിലുള്ള, ഇപ്പോൾ കുടുംബിനിയായിട്ടുള്ള ഒരാളാണെങ്കിൽ ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ, ഇത് നിലനിൽക്കാം. ഇത് സ്ഥിരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ഒരിക്കലൊന്ന് തുടങ്ങി അതിനെ താൽക്കാലികമായിട്ട് റിസോൾവ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും തീരാത്ത രീതിയിൽ ഇത് മുന്നോട്ട് പോകും. അങ്ങനെയുള്ള ആൾക്കാർക്കും രോഗങ്ങൾ ഉണ്ടാകാം. അപ്പൊ അവരോടൊക്കെ നമുക്ക് എന്താണ് പെട്ടെന്നുണ്ടായത് എന്നുള്ളൊരു ചോദ്യത്തിന് പലപ്പോഴും ഉത്തരം കിട്ടാറില്ല. കാരണം സ്ഥിരമായിട്ട് പ്രശ്നങ്ങളിൽ കൂടി തന്നെ ജീവിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. സ്ഥിരമായിട്ട് പ്രശ്നങ്ങളിൽ, ഈ സ്ഥിരമായിട്ട് പ്രശ്നങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ, ഇപ്പം വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചു, ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ വെച്ച് ഓരോ ഇൻസിഡന്റും ചിലപ്പോൾ ഒരു പെൺകുട്ടിക്ക് സംഘർഷത്തിന് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റഡ് ആകാൻ സാധ്യതയുണ്ടെന്നല്ല, പലപ്പോഴും ആകും. പക്ഷെ അതിനെയെല്ലാം ചിലര് അതിജീവിക്കുന്നുണ്ട്, ചിലര് ആ കോൺഫ്ലിക്റ്റും കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പൊ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായത്, അല്ലെങ്കിൽ കുട്ടിക്ക് എന്ത് പ്രശ്നം മൂലമാണ് ഉണ്ടായത് എന്നുള്ളത് കണ്ടെത്താൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പലപ്പോഴും രോഗം, പലപ്പോഴും സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന, ഓർത്തിരിക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ് എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. മറിച്ച് നിത്യജീവിതത്തിൽ ധാരാളമായിട്ട് ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരുന്ന, ദീർഘനാളായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും ഇത് ഈ ബയോളജിക്കൽ പ്രോഗ്രാമിന് കാരണമാകുന്നുണ്ട്. അത് പലപ്പോഴും നമുക്ക് പ്രാക്ടീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല വ്യക്തികളുടെയും വീട്ടിലാണ് ഏറ്റവും വലിയ സംഘർഷങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ ആ വീട്ടിൽ തന്നെയാണ് അവർ താമസിക്കുന്നതും. ഈ പ്രശ്നങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ടെന്ന് പറയത്തില്ല, അതിനെ ഒരു വശത്ത് മാറ്റി വെച്ചുകൊണ്ട്, പക്ഷെ എന്നാൽ ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് ഇത് മാറിപ്പോകുന്നുമില്ല എന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും കോൺഫ്ലിക്റ്റ് എന്താണ് എന്ന് കണ്ടെത്തുക പലപ്പോഴും വിഷമകരമാണ്. ഇതിനെപ്പറ്റി നമുക്ക് ഒന്ന് രണ്ട് കാര്യം കൂടെ സംസാരിക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോൺഫ്ലിക്റ്റിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ ജൈവിക നിയമങ്ങളിലുള്ള ഡോക്ടർ ഹാമർ കണ്ടുപിടിച്ച 5 ബയോളജിക്കൽ നിയമങ്ങളിലെ ഫസ്റ്റ് ജൈവിക നിയമമാണ് കോൺഫ്ലിക്റ്റ്. അത് പിന്നെ രണ്ടാമത്തെ നിയമം ഒന്നുമാണ് ടു സ്റ്റേജസ് ഓഫ് ഡിസീസ്. അതായത് എന്ത് രോഗങ്ങളും അല്ലെങ്കിൽ എന്ത് ബയോളജിക്കൽ പ്രോഗ്രാമിനും 2 ഫേസ് ഉണ്ട്. ഒന്ന് ഒരു കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസും മറ്റൊന്ന് ഹീലിംഗ് ഫേസും. ഈ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് സജീവമായ സംഘർഷത്തിന്റെ ഘട്ടമാണ്. ഈ സജീവമായ സംഘർഷത്തിന്റെ ഘട്ടമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ സ്ഥിരമായ പ്രശ്നങ്ങൾ. മാതാപിതാക്കള്, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ കുട്ടിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇൻലോസുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഈ ഇൻലോസുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളും പലപ്പോഴും വ്യക്തികളിൽ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവര് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ ഈ പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും അവരോട് ചോദിക്കുമ്പോൾ, ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു രോഗാവസ്ഥയായിട്ട് വരുമ്പം ഈ അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല കാരണങ്ങളും കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ അവരോട് കുറച്ച് കാലമായിട്ട് എവിടെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുകയും ചെയ്യും. അതിനുശേഷം എപ്പോഴാണോ അവരുടെ ഈ പ്രശ്നങ്ങളെ, സംഘർഷങ്ങളെ അവർ പരിഹരിച്ചു കഴിയുമ്പോൾ ഹീലിംഗ് ഫേസസ് ഉണ്ടാകും.
ഈ ഹീലിംഗ് ഫേസിലാണ് പലപ്പോഴും സിംറ്റംസ് ഉണ്ടാകുക, വേദനകൾ, അതല്ലെങ്കിൽ മറ്റു ഇപ്പം ഏത് സെല്ലുകളിൽ അനുസരിച്ചിട്ടാണ് രോഗങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അതനുസരിച്ചിട്ട് കംപ്ലൈന്റുകൾ പുറത്തു വരുന്നത് ഹീലിംഗ് ഫേസിലാണ്. പക്ഷേ ഈ 2 സ്റ്റേജസ് ഓഫ് ഡിസീസസിൽ ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊരു കാര്യമുള്ളത് ട്രാക്കുകളാണ്. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, കോൺഫ്ലിക്റ്റ് ഹീൽ ചെയ്യാതെ സ്ഥിരമായിട്ട് ട്രാക്കുകൾ. അപ്പൊ അതിലെ ട്രാക്കുകൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ, ഉദാഹരണത്തിന് മദ്യപിച്ചു വരുന്ന ഒരു ഭർത്താവ് വൈകുന്നേരം മദ്യപിച്ചു വരുന്നു, മദ്യപാനത്തിന് ഇഷ്ടമില്ലാത്ത ഒരു ഭാര്യ. അങ്ങനെയുള്ള സമയത്ത് ഈ മദ്യപിച്ചു വരുന്ന ഭർത്താവ് ഒരു ട്രാക്കായിട്ട് ഈ ഭാര്യയുടെ മുന്നിൽ വരും. പിറ്റേ ദിവസം രാവിലെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ലായിരിക്കാം, പകലും കുഴപ്പങ്ങളുണ്ടാകും. പക്ഷെ വൈകുന്നേരം വരുമ്പം ഈ ഒരു വിഷയം അത് സ്ഥിരമായിട്ട് ഇതിങ്ങനെ വരുന്നു കഴിയുമ്പോൾ ഈ വ്യക്തിക്ക് അതിനകത്തുനിന്ന് ഈ ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ സാധിക്കാതെ വരുന്നു. അത് കൂടാതെ തന്നെ മദ്യപിച്ചിട്ടുള്ള മറ്റ് വ്യക്തികളെ കാണുമ്പോഴും ഈ ഇതിനിരയായ വ്യക്തിക്ക്, സ്ത്രീയാണെങ്കിൽ സ്ത്രീ, മക്കളാണെങ്കിൽ മക്കള്, അവർക്കൊക്കെ ട്രാക്കുകളിലേക്ക് പോകുന്നു. അപ്പം നമ്മുടെ പല വ്യക്തികളും സ്ഥിരമായിട്ട് ട്രാക്കിന് അടിമകളാണ്. വീട്ടിലും വർക്ക് പ്ലേസിലും എല്ലാം ഉണ്ടാകുന്ന വിഷയങ്ങൾ. അതിനോടൊപ്പം ട്രാക്ക്, ഇപ്പം വീട്ടിൽ മാത്രമല്ലാതെ ജോലിസ്ഥലത്ത് അതല്ലെങ്കിൽ ജോലിസ്ഥലത്തേക്ക് പോകുന്ന സ്ഥലത്ത് ഒക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ സംഘർഷങ്ങളിൽ ഇരയാകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഹീലിംഗ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, കോൺഫ്ലിക്റ്റ് വന്നതിന് ശേഷം ഹീലിംഗിലേക്ക് ഒരിക്കലും പോകാൻ സാധിക്കാത്ത വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, സ്ഥിരമായ ട്രാക്കുകൾക്ക് അടിമയായും. അപ്പം അതിൽ മിക്കവാറുള്ള ആൾക്കാരുടെ വർഷങ്ങൾ കൊണ്ട് ഈ പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് മിക്കവാറും ഉള്ള ആൾക്കാർ ഒരു ക്യാൻസറിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പൊ ഏത് സെല്ലിലാണ് ഉണ്ടാകുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഇപ്പം സ്ഥിരമായിട്ട് ഒഴിവാക്കേണ്ട ആൾക്കാർക്കാണെങ്കിൽ, ഇപ്പം മദ്യപിച്ചു വരുന്ന ഒരു ഭർത്താവ്, അപ്പൊ ഈ വ്യക്തിയെ ഒഴിവാക്കണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുക, ചിലപ്പോൾ അങ്ങനെയുള്ള ഉള്ള വ്യക്തികൾക്ക് ഒരു റെക്ടൽ ക്യാൻസർ ആയിരിക്കും ഉണ്ടാവുക. അപ്പം പല ആൾക്കാർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ട്രാക്കുകൾക്ക് അടിമയായ വ്യക്തികൾ ദീർഘനാളുകൾ കോൺഫ്ലിക്റ്റിന് അടിമയാകുമ്പോൾ അതിൽ മിക്കവാറും ആൾക്കാർ അവസാനം എത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പം എൻഡോഡെർമൽ ടിഷ്യൂസിലാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഡിനോകാർസിനോമയിലായിരിക്കും. 90% അഡിനോകാർസിനോമയുടെ പിന്നിലും ഈ ദീർഘനാളായിട്ടുള്ള കോൺഫ്ലിക്റ്റ് തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ നിയമമാണ് ഈ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിലും ഹീലിംഗ് ഫേസിലും. മൂന്നാമത്തെ നിയമമാണിത്, ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് ഡിസീസ് ആൻഡ് ജേം ലെയർ ഓർഡർ. നമ്മൾ പറഞ്ഞ നമ്മളുടെ രോഗങ്ങൾ എന്ന് പറയുന്ന അത് സെല്ലുലാർ ചേഞ്ചസ്, ഏത് സെല്ലിലാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അത് ജേം ലെയർ. ഇപ്പം നമുക്ക് പലപ്പോഴും ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും അത് 3 ജേം ലെയർ ആണ് ഉള്ളത്, അതിനൊന്നിന്റെ പേര് എക്ടോഡേമാണ്, ഒന്ന് എൻഡോഡേമാണ്, ഒന്ന് മീസോഡേമാണ്. അപ്പം മെഡിക്കൽ പ്രൊഫഷൻസിൽ അല്ലാത്ത വ്യക്തികൾക്ക് പലപ്പോഴും ഈ ജേം ലെയറുകളെ പറ്റി അല്ലെങ്കിൽ വിത്ത് കോശങ്ങളെ പറ്റി അവർക്ക് മനസ്സിലാകാത്ത വലിയൊരു മേഖലയാണ് ഈ ജേം ലെയറുകൾ. ശരീരത്തിലെ ഏത് അവയവങ്ങൾ ഏതെല്ലാം ജേം ലെയറിലാണ് ഉള്ളത് എന്ന കാര്യങ്ങൾ പലപ്പോഴും ഡോക്ടർമാർക്ക് പറഞ്ഞുകൂടാ. ഡോക്ടർമാരല്ലാത്ത വ്യക്തികൾക്കും ഈ ഒരു ഏത് ജേം ലെയറിലാണ് എന്ന് കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. അത് അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ വിഷമകരമായ കാര്യമല്ല. 3 ജേം ലെയർ ആണുള്ളത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ ഒരു വ്യക്തിയുടെ ഒരു രൂപം വരയ്ക്കുകയാണെങ്കിൽ അത് പുറം ഭാഗം, അതുപോലെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാരിക്കേച്ചർ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തലയും ദേഹവും കാലുകളും മാത്രമേ കാണുകയുള്ളൂ. ഈ ശരീരത്തിന്റെ ഏറ്റവും പുറം ഭാഗത്തുള്ളത് മുഴുവനും എക്ടോഡേമാണ്.
എക്ടോഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ആ മുഴുവൻ ശരീരത്തിന്റെ ഏത് ഭാഗമാണോ ഉള്ളത്, തൊലിപ്പുറമാണെങ്കിലും മുഖമാണെങ്കിലും കണ്ണിന്റെ ഫ്രണ്ടിലാണെങ്കിലും ചെവിയുടെ ഭാഗമാണെങ്കിലും അതെല്ലാം എക്ടോഡിയമാണ്. അപ്പോൾ ശരീരത്തിന് തൊലിപ്പുറത്ത് ഒരു രോഗവുമായിട്ട് വരുന്ന ഒരു വ്യക്തിയുടെ തൊലിപ്പുറത്തെ ഒരു ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൊറിയാകാം, അതല്ലെങ്കിൽ ഒരു കളർ ചേഞ്ചസ് ആകാം, ഒരു പിഗ്മെന്റേഷൻ ആകാം, അതല്ലെങ്കിൽ ഒരു അൾസറേഷൻ ആകാം, അതെല്ലാം എക്ടോഡിയമാണ്. അപ്പോൾ എക്ടോഡിയമിലാണ് രോഗമെന്ന് നമുക്ക് തിരിച്ചറിയാൻ, ഈ എക്ടോഡിയമിനെ തിരിച്ചറിയുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്ത് എന്ന ചോദ്യത്തിന് നമുക്ക് ഈ രോഗങ്ങളുടെ പേരുകൾ കൊണ്ട് തന്നെ നമുക്ക് ഏത് ലെയറിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചു കാലത്തിന് ശേഷം സാധിക്കും. പിന്നെ എൻഡോഡിയമിനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഉള്ളിലേക്ക് പോയാൽ ഇപ്പോൾ ബക്കൽ ക്യാവിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ബക്കൽ ക്യാവിറ്റി അത് അന്നനാളത്തിൽ കൂടി വയറ്, കുടല്, ചെറുകുടൽ, വൻകുടൽ, മലാശയം ഇതിലെത്തി ഏനസിലെത്തും. അപ്പം ഈ ഇങ്ങേ അറ്റത്ത് മുതൽ, അതായത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഓപ്പണിംഗ് മുതൽ അങ്ങേ ഓപ്പണിംഗിൽ വരെ കംപ്ലീറ്റ് എൻഡോഡിയം ആണെന്ന് പറഞ്ഞുകൂടാ. അതിൽ പുറത്ത് ആയിട്ട് ബന്ധപ്പെടുന്ന ഭാഗങ്ങൾ ഏതെല്ലാം ഓപ്പണിങ്ങിൽ കൂടി ആണ് ശരീരത്തിനുള്ളിലേക്ക് നമുക്ക് വായുവിനാണെങ്കിലും ഭക്ഷണത്തിനാണെങ്കിലും അതല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിനാണെങ്കിലും ഉള്ളിലേക്ക് പോകാൻ സാധിക്കുന്നത്, അതല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഉദാഹരണത്തിന് വിസർജ്യ വസ്തുക്കൾ, മലാശയത്തിൽ കൂടി വിസർജ്യ വസ്തുക്കൾ പുറത്തു വരുന്നു, മൂത്രാശയത്തിൽ കൂടി മൂത്രം പുറത്തു വരുന്നു, വജൈനയിൽ കൂടി മെൻസ്ട്രൽ ബ്ലഡ് പുറത്തു വരുന്നു. ഇവിടെയെല്ലാം പുറം ഭാഗത്ത് നിന്നും ഒരു നിശ്ചിത ദൂരം ഉള്ളിലേക്ക് എക്ടോഡിയം എമിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എക്ടോഡിയം അകത്തിലേക്ക് കയറുന്നു വരുന്നുണ്ട്. ആ ഭാഗത്തിനെ കൂടി കാണുന്നത് പുറം വശമായിട്ടാണ്. അതുകൊണ്ട് ശരീരത്തിലുള്ള ഏത് ഓപ്പണിങ്ങും, അത് കണ്ണിന്റെ കൃഷ്ണമണി എടുത്താലും, മൂക്കിന്റെ ഭാഗം എടുത്താലും, വായുടെ ഭാഗം എടുത്താലും, ചെവിയുടെ ഭാഗം എടുത്താലും, യൂറിത്രയുടെ ഭാഗം എടുത്താലും, ഏനസിന്റെ ഭാഗം എടുത്താലും, വജൈനൽ ഓപ്പണിങ്ങിന്റെ ഭാഗം എടുത്താലും, എല്ലാ ഭാഗത്തിന്റെയും നിശ്ചിത ദൂരം ഉള്ളിലേക്ക് എക്ടോഡിയമാണ്, ശരീരത്തിന്റെ പുറമാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, മറ്റുള്ള എല്ലാം എൻഡോഡിയമുമാണ്. അപ്പൊ ശരീരത്തിന്റെ ഉൾവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന ഭാഗങ്ങൾ എല്ലാം എൻഡോഡിയമിൽ നിന്നുണ്ടായതാണ്. ഈ എൻഡോഡിയം, എക്ടോഡിയം, പിന്നെ ബാക്കിയുള്ള ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു ട്യൂബായിട്ട് മനുഷ്യ ശരീരത്തിനെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ, പുറത്തൊരു ട്യൂബും അകത്ത് വേറൊരു ട്യൂബും. ഈ പുറത്തെ ട്യൂബ് എക്ടോഡിയം, അകത്തെ ട്യൂബ് എൻഡോഡിയം. ഇതിന്റെ ഇടയ്ക്കുള്ളതാണ് മീസോഡിയം. അതിന് അല്ലെങ്കിൽ മീസോഡിയമിനെ നമുക്ക് സംയോജക കലകളിൽ നിന്നും കൂടി അറിയപ്പെടാൻ പറ്റും. ഈ ഒരു കാര്യത്തിൽ പല വ്യക്തികൾ എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എക്ടോഡിയമിനെ, എൻഡോഡിയമിനെ, മീസോഡിയമിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അറിയുന്നതിനുള്ള ഒരു എളുപ്പമാർഗമാണ് ഞാൻ പറഞ്ഞത്. അതിൽ മീസോഡിയമിന് തന്നെ ഈ എവല്യൂഷൻസിൽ, അതായത് മനുഷ്യനാകുന്നതിന് മുമ്പ് ഏകകോശ ജീവിയിൽ നിന്നും പല പരിണാമഘട്ടങ്ങളിൽ കൂടിയാണ് ഇത്രയും വലിയ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ പരിണാമഘട്ടത്തിൽ വികസിച്ച ഒരു മനുഷ്യനായി വന്നത്. അപ്പം ലോവർ ഫോംസ് ഓഫ് ആനിമൽസിൽ, ഇപ്പം മത്സ്യത്തിൽ, വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളിൽ ബ്രെയിൻ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ജീവജാലങ്ങളിൽ കൂടുതലായിട്ടുമുള്ളത് ബ്രെയിനിന്റെ അളവ് വളരെ കുറച്ച് ഭാഗതയുള്ളൂ. അവരിൽ കൂടുതലുള്ളതും എൻഡോഡെർമലും അതുപോലെ തന്നെ മീസോഡെർമൽ ആയിട്ടാണുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, മീസോഡിയം എന്ന് പറയുന്നതിനെ തിരിച്ചറിയുന്നതിന് ഓൾഡ് മീസോഡിയമും ന്യൂ മീസോഡിയമും എന്നൊരു ഭാഗമുണ്ട്. ഓൾഡ് മീസോഡിയം എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഭാഗം, പ്രിമിറ്റീവ് ആയിട്ടുള്ള ജീവജാലങ്ങളിലാണ് കൂടുതലും ഓൾഡ് മീസോഡിയം പാർട്ടുള്ളത്. ന്യൂ മീസോഡിയം എന്ന് പറയുന്നത് ഇവല്യൂഷൻസിൽ, പരിണാമത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ള ജീവജാലങ്ങളിലാണ് കൂടുതലും ന്യൂ മീസോഡിയം ഉള്ളത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ
എല്ലുകൾ, മസിലുകൾ, ഇതെല്ലാം ശരീരത്തിന്റെ ഉൾഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകൾക്കോ മസിലുകൾക്കോ ബ്ലഡ് വെസൽസിനോ ഒന്നും തന്നെ ശരീരത്തിന്റെ പുറം ഭാഗവുമായിട്ടോ ശരീരത്തിന്റെ ഉൾഭാഗവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ മീസോഡേമാണ്. അപ്പം നമ്മൾ ഈ മൂന്നാമത്തെ ലോയിൽ പറയുന്ന ജേം ലെയറുകൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു കാര്യത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്ടോഡേമിൽ എൻഡോഡേമിൽ സംഭവിക്കുന്നത് കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രകാരം സജീവ സംഘർഷ ഘട്ടത്തിൽ എൻഡോഡേമിൽ സെല്ലുകൾ, ഓരോ സെല്ലുകളും കൂടുതലാകുന്നു. ഹീലിംഗ് ഫേസിൽ സെല്ലുകൾ നശിക്കുന്നു. അതിൽ ഓൾഡ് മീസോഡേമിലും ഈ എൻഡോഡേമിനെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെല്ലുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഹീലിംഗ് ഫേസിൽ സെല്ലുകൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ സെൽ ലോസ് ഉണ്ടാകും. അപ്പോൾ ശരീരത്തിൽ ആകെപ്പാടെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളെ നടക്കുന്നുള്ളൂ. ഒന്ന് സെൽ ലോസ്, ഒന്നുള്ള സെൽ റീപ്ലനിഷ്മെന്റ്. ഒന്നെങ്കിൽ സെല്ല് കൂടുതലുണ്ടാകുക. സെല്ല് കൂടുതലുണ്ടാകുമ്പോൾ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ എൻഡോഡെർമിലാകുമ്പോൾ അത് മുഴ അല്ലെങ്കിൽ ട്യൂമർ ഫോർമേഷൻ ആകും. ട്യൂമർ ഫോർമേഷൻ എപ്പോഴും അഡിനോകാർസിനോമയാണ് ഉണ്ടായത്. വാ മുതൽ മലാശയം വരെ അതിനോട് ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും അഡിനോകാർസിനോമ എന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു വൻകുടലിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, അവിടെ ഒരു മുഴയുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ അത് അഡിനോമയായിരിക്കും, അല്ലെങ്കിൽ അഡിനോകാർസിനോമയായിരിക്കും. അതേസമയം ശരീരത്തിന്റെ പുറത്താണെങ്കിൽ വേറൊരു തരത്തിലുള്ള കാർസിനോമയായിരിക്കും. അതേസമയം അത് ബോണിലാണെങ്കിൽ അവിടെ സെല്ലുകൾ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ. മീസോഡേമിലാണെങ്കിൽ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെല്ലുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ വീണ്ടും നഷ്ടപ്പെട്ട സെല്ലുകൾ തിരിച്ചു വരികയാണ്. ഈ തിരിച്ചു വരവിൽ പലപ്പോഴും ട്രാക്കുകളുടെ ഫലമായിക്കൊണ്ട് തിരിച്ചു വരവ് പൂർണ്ണമായിട്ട് ഒരിക്കലും അവസാനിക്കുന്നില്ല. അങ്ങനെയുള്ള സമയത്തും അവിടെ മുഴകൾ ഉണ്ടാകുന്നു. സാർക്കോമ, മയോമ, ലിപ്പോമ, ഏതെല്ലാം കണക്റ്റീവ് ടിഷ്യൂസ് ആണോ ആ കണക്റ്റീവ് ടിഷ്യൂസ് ഒക്കെ ഈ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒരു മുഴ ഉണ്ടാകുകയാണെങ്കിൽ അത് ഹീലിംഗ് ഫേസിലാണ് മുഴ ഉണ്ടാകുന്നത്. മറിച്ച് ആക്റ്റീവ് ഫേസിൽ അവിടെ സെല്ല് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു കഴിഞ്ഞ് പിന്നെ നമ്മുടെ learninggmm.com എന്ന സൈറ്റിൽ കൂടിയും പിന്നെ നമ്മുടെ കൈവശമുള്ള ഒരു ബുക്ക് ഒരു വ്യക്തി ഒരു രോഗവുമായിട്ട് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷമവും കൂടാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏത് സെല്ലിൽ എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് രണ്ട് പ്രാവശ്യങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതാണ് മൂന്നാമത്തെ നിയമം. നാലാമത്തെ നിയമം നമുക്കെല്ലാം അറിയാവുന്നത് പോലെ നാലാമത്തെ നിയമം ഒരു ഇച്ചിരി കോൺട്രോവേഴ്സിയാണ്. ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ്. അതായത് ശരീരത്തിൽ ഹാമറിന്റെ വിശദീകരണങ്ങൾ ഈ നിയമം, അതായത് സിസ്റ്റം ഓഫ് മൈക്രോബ്സ്, അതായത് എക്ടോഡേമിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ വൈറസ് ഉണ്ടാകുന്നു എന്നും എൻഡോഡേമിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അവിടെ ഫംഗസ് ഉണ്ടാകുന്നു എന്നും മീസോഡേമിൽ ബാക്ടീരിയാസ് ആണ് കാണപ്പെടുന്നതും എന്നുള്ള ഒരാശയമാണ് ഡോക്ടർ ഹാമർ അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ കൂടി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൈക്രോബ്സ് അഥവാ ബാക്ടീരിയ, വൈറസ് ഓർ ഫംഗസ്, ഈ മൂന്നിനെ നിയന്ത്രിക്കുന്നത് വെളിയിൽ നിന്നല്ല മറിച്ച് നമ്മുടെ ശരീരം തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ഫംഗസുകളെയും നിയന്ത്രിക്കുന്നത് ബ്രെയിൻ സ്റ്റം ആണ്. ബ്രെയിൻ സ്റ്റമും സെറിബെല്ലവുമാണ്. അതുപോലെ എല്ലാ തരത്തിലുള്ള വൈറസുകളെയും നിയന്ത്രിക്കുന്നത് സെറിബ്രൽ കോർട്ടക്സ് ആണ്. ഇപ്പം ഒരു എൻഡോഡേർമിൽ ഒരു മുഴയുണ്ടാകുമ്പോൾ കുടലിലോ വൻകുടലിലോ ഒരു മോർസൽ കൺഫ്ലിക്റ്റിന്റെ ഫലമായിക്കൊണ്ട് ഒരു അഡിനോകാർസിനോമ, ഒരു അഡിനോമ ആദ്യമേ ഉണ്ടാകുമ്പോൾ ആ അഡിനോമ വളർന്നു വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുഴ വളർന്നു വരുമ്പോൾ ആ മുഴയ്ക്കകത്ത് മതിയായ അളവിലുള്ള ഫംഗസിനെയും കൂടിയാണ് ബ്രെയിൻ സ്റ്റം വളർത്തുന്നത്.
എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ ഹീലിംഗ് ഉണ്ടാകേണ്ടത് ആ ഹീലിംഗിൽ കൺഫ്ലിക്റ്റോലൈസിസ് അല്ലെങ്കിൽ ഹീലിംഗ് ഫേസിൽ ഇതൊരു അൾസറേഷൻ ഉണ്ടാകണം. അപ്പോൾ മതിയായ ബാക്ടീരിയ അല്ലെങ്കിൽ മതിയായ വൈറസ് അല്ലെങ്കിൽ മതിയായ ഫംഗസ് അവിടെ ഉണ്ടാകുന്ന രീതിയിൽ അതിന് ആനുപാതികമായ മൈക്രോസിനെയും ശരീരത്തിന്റെ ബ്രെയിൻ വളർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ TB ബാക്ടീരിയ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഈ TB ബാക്ടീരിയക്കെതിരായിട്ട് പലതരത്തിലുള്ള ആന്റിബയോട്ടിക്കുകളും പലതരത്തിലുള്ള കീടനാശിനികളും എന്ന് പറയുകയാണെങ്കിൽ പല ഉണ്ടെങ്കിലും അതിനെ ഒന്നും നശിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ മൈക്രോബ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം തന്നെ വളർത്തുന്ന അല്ലെങ്കിൽ ശരീരം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ നമുക്ക് വേണ്ടതും മൈക്രോബ്സ് ഉണ്ടാകാം. ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ഓരോ തരത്തിലുള്ള വൈറസും ഓരോ തരത്തിലുള്ള മൈക്രോബ്സും ആണുള്ളത്. വൈറസ് എന്ന് ഞാൻ പ്രത്യേകം പറയുന്നില്ല, ബാക്ടീരിയ എന്നും പറയുന്നില്ല, മൈക്രോബ്സ്. ഇപ്പം കിഡ്നിയിലുള്ള മൈക്രോബ്സ് അല്ല ലിവറിലുള്ള മൈക്രോബ്സ്, അതിലുള്ള മൈക്രോബ്സ് അല്ല വൻകുടലിലും ചെറുകുടലിലും ഉള്ളത്. അപ്പൊ ശരീരത്തിൽ എല്ലാ ഭാഗത്തും ഈ മൈക്രോബ്സിന്റെ പ്രസൻസ് ഉണ്ട്. ഇപ്പം ചെവിയിലാണെങ്കിൽ ചെവിക്കായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ജേമുകൾ അല്ലെങ്കിൽ മൈക്രോബ്സിന്റെ ഒരു കൂട്ടായ്മയാണ് ചെവിക്കായം എന്ന് പറയുന്നത്. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു ശരീരത്തിന് ആവശ്യകരമല്ലാത്ത മൈക്രോബ്സിനെ ഒഴിവാക്കുക. ആ രീതിയിലാണ് മൈക്രോബ്സിന്റെ പ്രവർത്തനം ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ ശരീരത്തിലെ മൈക്രോബ്സിന്റെ നിയന്ത്രണമാണ് 4ാമത്തെ ലോസ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മൾ കോവിഡ് വന്നപ്പോൾ ബാക്ടീരിയ ആണ് കാരണം അത് എക്ടോഡിയമിലാണ് കൂടുതലും പ്രവർത്തിച്ചിരുന്നത്. ഇത് 4ാമത്തെ നിയമമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 5ാമത്തെ നിയമം ദ ക്വിൻറ്റിസെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചേഞ്ചസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് 5ാമത്തെ നിയമം. ഈ 5ാമത്തെ നിയമം നമ്മൾ രോഗങ്ങളെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെയും പഠിച്ചു വരുന്ന ഒരു കാര്യമായിരുന്നു എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടുണ്ടായി, എന്തുകൊണ്ടുണ്ടായി, എന്താണ് സംഭവിച്ചത്. പക്ഷെ എന്തിനുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഡോക്ടർ ഹാമറിന്റെ വിശദീകരണം. അതിനാൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കോൺഫ്ലിക്റ്റിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് പലപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്ത ധാരാളം ആൾക്കാർ ഏത് സമയത്തിലും നമ്മളിലുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് കോൺഫ്ലിക്റ്റുകൾ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും നമ്മൾ അതിനകത്ത് നിന്ന് മാറി നിൽക്കുന്നതിനോ അതിനെ ഒഴിവാക്കുന്നതിനോ സാധ്യമല്ല. മറിച്ച് ഇതിൻ്റെ ഒപ്പം ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഓരോ വ്യക്തികളിലും നമ്മൾ ആദ്യമേ പറഞ്ഞ പ്രകാരം സ്ഥിരമായിട്ട് തന്നെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതാണ് ഫാമിലിയാണ് ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് ആയിട്ട് ഉദ്ദേശിക്കുന്ന ഫാമിലി അല്ലെ കുടുംബം. ആ കുടുംബത്തിൽ നിന്നാണ് മിക്കവാറും 90% ആൾക്കാരുടെയും കോൺഫ്ലിക്റ്റിന്റെ കേന്ദ്രം. അത് ഞാൻ ആദ്യമേ പറഞ്ഞ പ്രകാരം ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വിവാഹിതയായി വന്നു കഴിഞ്ഞപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ. ഇനി അതല്ല, ഒരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാം, ഒരു കുട്ടി ജനിച്ചു വളർന്നു വന്നു സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുന്നു ആ കാലഘട്ടത്തിലായിരിക്കാം ചിലപ്പോൾ പിതാവ് ഒരു മദ്യപാനത്തിൻ്റെതായ അവസ്ഥ, അതല്ലെങ്കിൽ പിതാവും മാതാവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതിൽ മാതാവിനെ പിതാവ് ഉപദ്രവിക്കുന്ന, അതല്ലെങ്കിൽ മാതാവും പിതാവും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ, ഇതെല്ലാം കണ്ടു വളരുന്ന ഒരു കുട്ടി. ആ കുട്ടി ചിലപ്പോൾ ഈ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് പ്രശ്നമാണ്. കുറച്ചു കാലത്തേന് മാത്രമേ കുട്ടിക്ക് അവർ എപ്പോഴും വളരെ അടുപ്പത്തോടു കൂടി പെരുമാറാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിതാവിനെ കാണുന്നത് അല്ലെങ്കിൽ മാതാവിനെ കാണുന്നത് പ്രത്യേക സാഹചര്യങ്ങൾ തന്നെ ഉണ്ടാകാം. ഇപ്പം
എനിക്കൊരു ഒരു ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻറ്റിന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, റെക്ടൽ കാർസിനോമയായിരുന്നു. 3.5-4 വർഷം മുമ്പാണ് റെക്ടൽ കാർസിനോമയാണെന്ന് കണ്ടെത്തിയത്. അപ്പോൾ അന്ന് ഞാൻ കണ്ടെത്തുന്ന സമയത്ത് ഒരു സോഷ്യൽ പ്രവർത്തനം കൂടി ആയിരുന്ന, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനം, ചെറിയ രീതിയിലുള്ള പൊതുപ്രവർത്തനത്തിലൂടെ പോയിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ ആ വ്യക്തിക്ക് സമൂഹത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് റെക്ടൽ കാർസിനോമയുടെ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അയാൾ അതിൽ നിന്നും പൂർണ്ണമായിട്ടും വിമുക്തനായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നെങ്കിലും ഈ രോഗത്തിന് ഒരു വ്യത്യാസവും വന്നിരുന്നില്ല. ബ്ലീഡിങ് ഉണ്ടാവും. ഒക്കേഷണലി ഞാൻ ഒരു ചികിത്സിച്ചു, മരുന്നൊക്കെ കൊടുത്തു. എങ്കിലും 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അൾട്രാസൗണ്ടും അതിനുശേഷം ഒരു മറ്റേ കൊളോണോസ്കോപ്പി നടത്തിയപ്പം ഗ്രോത്തിനൊന്നും ഒരു മാറ്റവും വന്നിരുന്നില്ല. വീണ്ടും വീണ്ടും പലതവണ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഫാദറുമായിട്ടുള്ള ഡിസ്കോർഡ്സ് ആണ് ഇദ്ദേഹത്തെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. ഫാദർ ഒരു പൊതുപ്രവർത്തകനായിരുന്നപ്പോൾ പൊതുപ്രവർത്തനത്തിന് പോയി. ഇപ്പോൾ ഫാദർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഏകദേശം 95-100 വയസ്സോളമുണ്ട്. പൊതുപ്രവർത്തനത്തിന്റെ ഫലമായിക്കൊണ്ട് അവരുടെ സ്വത്തുക്കളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോവുകയും, നശിപ്പിച്ചു എന്ന് പറയണ്ട, പക്ഷെ സമൂഹത്തിൽ അദ്ദേഹത്തിന് മാന്യമായ സ്ഥാനമില്ലായിരുന്നു. പക്ഷെ നമ്മളുടെ രോഗിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവർ അനുഭവിക്കേണ്ട സ്വത്തുക്കളും കംപ്ലീറ്റ് നശിപ്പിച്ച ഒരു വ്യക്തി എന്ന ഒരു കാര്യമാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ തന്നെ, ഇദ്ദേഹത്തെ കാണാൻ മറ്റു ആൾക്കാർ വരുമ്പോഴൊക്കെ തന്നെ നമ്മുടെ പേഷ്യന്റിന് അമർഷമുണ്ടാവും. ഉടനെ എങ്ങനെയാണ് ഇത് ഒഴിവാക്കേണ്ടത്, ഉടനെ തന്നെ പുള്ളി ഉടനെ കക്കൂസിലേക്ക് പോകും. അങ്ങനെ പോയി പോയി വന്നിട്ടാണ് ലാസ്റ്റ് ബ്ലീഡിങ് ഉണ്ടാവുകയും കാർസിനോമയാണ്. 3 വർഷത്തിൽ കഴിഞ്ഞു. ഈ 3 വർഷത്തിൽ 2.5-3 വർഷം ആയപ്പോഴത്തേനും ഞാൻ പുള്ളിയുമായിട്ട് സംസാരിച്ച് ഇതാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി. പക്ഷെ അത് ഹീൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്നതിന് ഈ വ്യക്തിക്ക് സാധിച്ചില്ല. കാരണം ഫാദർ ഇപ്പോഴും അവിടെയുണ്ട്. ഫാദർ ഇപ്പോഴും അദ്ദേഹത്തിന്റെ നല്ല കാലത്ത് നടത്തിയ വീരകൃത്യങ്ങളെ പറ്റി പറയുന്നു. വീരകൃത്യങ്ങളെല്ലാം സ്ഥലം പോയതും അതല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടതുമായ കാര്യങ്ങൾ. അദ്ദേഹം അത് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ്. പക്ഷെ നമ്മുടെ രോഗിക്ക് അതൊരു മോശപ്പെട്ട കാര്യമായിട്ട് തോന്നും. ഉടനെ തന്നെ ദേഷ്യം വരും, വീട്ടിൽ നിന്നും പിണങ്ങിപ്പോകുന്നല്ല, മാറി പെട്ടെന്ന് പുറത്തു പോകും. പക്ഷെ ഒരിക്കലും അത് പുറത്ത് പറയുന്നില്ല. എന്നാൽ അത് ഭാര്യയ്ക്കും മറ്റുള്ളവർക്കും ഒക്കെ അറിയുകയും ചെയ്യാം. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ഒരു വിധത്തിലും ഈ വ്യക്തിക്ക് സ്വന്തം പിതാവിനോട് ക്ഷമിച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് നല്ല ജോലിയൊക്കെ കിട്ടി. പക്ഷെ അത് മാറാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പം സ്വന്തം വീട്ടിൽ നിൽക്കാതിരിക്കുന്ന 1 മാസത്തിനൊക്കെ മാറി നിൽക്കുകയാണ്, ഇദ്ദേഹത്തിന് ബ്ലീഡിങ് കുറയും, എല്ലാം നിൽക്കും. പക്ഷെ ഇപ്പോഴും ആ മനുഷ്യന് ഈ രോഗവുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പല ആൾക്കാർക്കും, പല ലേഡീസിനും സ്വന്തം ഫാമിലി എന്ന് പറയുന്നത്, വിവാഹം കഴിച്ചുകൊണ്ട് നടക്കുന്ന ഫാമിലി, ഭർത്താവുമായിട്ടോ അല്ലെങ്കിൽ ഇൻലോസുമായിട്ടോ, നാത്തൂമാരോ അല്ലെങ്കിൽ അമ്മായിയമ്മ, അമ്മായിയപ്പൻ, ഇവരെല്ലാമായിട്ടും പലപ്പോഴും അവര് അങ്ങ് ക്ഷമിച്ചു പോകുന്നതാണ്. പക്ഷെ അവർക്കവരുടെ ഉള്ളിൽ ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല ആൾക്കാരുടെയും ബാക്കിയേക്കിന്, സ്ത്രീകളുടെ എല്ലാം കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡറുകളില്ല, അതല്ലെങ്കിൽ സ്ത്രീകളുടെ എല്ലാം ഫൈബ്രോമയാൾജിയയിലെല്ലാം എനിക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ എന്ന് ചിന്തിക്കുന്നു. അതേസമയം അവരുടെ ചില കാര്യങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെ ഒന്ന് നല്ല രീതിയിൽ ഈ പ്രശ്നത്തിനെ സോൾവ് ആക്കുന്നതിന് പല സ്ത്രീകൾക്കും സാധിക്കാറില്ല. അത് സാധിക്കുമ്പോൾ മാത്രമേ ഇവരുടെ രോഗം പൂർണ്ണമായിട്ട് മാറുള്ളൂ എന്നാണ് എനിക്കിതുവരെയുള്ള അനുഭവത്തിൽ തോന്നിയിട്ടുള്ളത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ആരും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇന്നത്തെ ക്ലാസ്സുകൾ ഞാൻ കൂടുതലായിട്ട് ഈ നമ്മുടെ ജേം ലെയറുകളെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള കാര്യമാണ് ഞാൻ കൂടുതൽ സംസാരിച്ചത്. ജേം ലെയറുകൾ തിരിച്ചറിയുന്നതിന് നിങ്ങൾ എല്ലാവർക്കും സാധ്യമാകുന്നുണ്ടോ? കൂടുതലായിട്ട് അതിലെന്തെങ്കിലും ഒരു പോയിന്റുകൾ കൂടുതൽ പറയേണ്ടതുണ്ടോ എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും.
ഡോക്ടർ വർഗീസ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ സ്പെഷ്യൽ ബയോളജിക്കൽ പ്രോഗ്രാംസിന്റെ ഹാർട്ടിനെ പറ്റിയായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തിരുന്നത്. ഹാർട്ടിന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ ഡോക്ടർ വർഗീസ് ഒരു നക്ഷലായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഡോക്ടർ അനിത. സാറേ, എന്തെങ്കിലും ഉണ്ടോ, സംസാരിക്കാനുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ആരും ഒന്നും പറയുന്നില്ല. അപ്പൊ അടുത്ത ദിവസം മുതൽ ഡോക്ടർ വർഗീസിന്റെ ഷിസോഫ്രെനിക് കോൺസ്റ്റലേഷൻസിനെ പറ്റിയാണ് ഡോക്ടർ ക്ലാസ് എടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഹോമിയോപ്പതി മാസ്റ്ററി എല്ലാ ബുധനാഴ്ചയും എടുക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാർ മാത്രമേ അതിലൊക്കെ പങ്കെടുക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടിയൊക്കെ സജീവമായിട്ട് വരികയാണെങ്കിൽ ഈ അത്ഭുതകരമായ ഈ സയൻസ്, അത്ഭുതകരമായ ഈ ചികിത്സാശാസ്ത്രം നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ വ്യക്തികളുടെയും പ്രശ്നങ്ങളെ അവർ പോലും അറിയാതെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു ചികിത്സാശാസ്ത്രമാണിത്. ചികിത്സാശാസ്ത്രം എന്നതിലപ്പുറം ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ അതിലുപരി നമ്മൾക്ക് തന്നെ, ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, നമുക്കിത് അറിഞ്ഞുകൊണ്ട് എന്ത് ഗുണമെന്ന് വെച്ചാൽ ഒരു താൽക്കാലികമായ ഒരു ചെറിയ ഒരു പ്രശ്നം, ഒരു അപകടം പോലും നമുക്കുണ്ടായാൽ അതുപോലും നമുക്ക് പെട്ടെന്ന് മാറ്റാൻ കഴിയും. ഭയപ്പെടാതെ ഇതിനെല്ലാം ശരീരത്തിന് ഇതിനെല്ലാം ഉള്ള കഴിവുണ്ട് എന്നുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ അത് തന്നെ നമുക്ക് കാര്യം വളരെ ലളിതമാണെന്ന് പറയുകയാണെങ്കിലും എനിക്കൊരു കുറെ നാളുകൾക്ക് മുമ്പുണ്ടായത്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ കാലിനൊരു മടിഞ്ഞുപോയി. നമ്മൾ പറയുകയല്ലേ സ്പ്രെയിൻ. സാധാരണഗതിയിൽ ഒരു നല്ല സ്പ്രെയിൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേന് കനത്ത വേദനയും ഭയങ്കര കുഴപ്പമാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിന്റെ തിരിച്ചുവരവ് അതൊരു അപകടത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ പോലും ഒരു ആക്സിഡന്റ് എന്നാണല്ലോ അതിനെ വിളിക്കാൻ പറ്റുക. അത് നമ്മുടെ സയൻസിൽ ഉൾപ്പെടുന്നില്ലെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ഹീലിംഗ് പവറിനെ പറ്റി, നമ്മുടെ ശരീരത്തിന് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ പരിഹരിക്കാനുള്ള ഇംബോൺ ആയിട്ടുള്ള കഴിവിനെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, എനിക്ക് ആ വേദന ശരിക്കും ഒരു അരമണിക്കൂർ പോലും നിന്നില്ല. അരമണിക്കൂർ ഒരു സ്വല്പസമയം മാത്രമേ ഇതിനുണ്ട്. അപ്പൊ ഇതിനെല്ലാം തിരിച്ച് എടുക്കാം. ഇത് ഒരു അത്ഭുതകരമായ കാര്യമല്ല. കാരണം ഒരു സ്പ്രെയിൻ ഒരാഴ്ച കൊണ്ട് പോലും വേദന കുറയാത്ത കാര്യമാണ് സ്പ്രെയിന്. അതൊക്കെ അരമണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് മാറുക എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് സ്വയം പോകാൻ സാധ്യമാണ്. ഇതൊരിക്കലും പൂർണ്ണമായിട്ടും നമുക്ക് കോൺഫ്ലിക്റ്റുകളിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും വിമുക്തി നേടാനും പറ്റുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് നമ്മുടെ ടി വിയിലെ ന്യൂസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ കാണാണ്ടാത്ത ദുരിതപരമായ കാഴ്ചകൾ. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഒരു സ്ഥലത്തുണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ന്യൂസ് ആയിട്ട് മാത്രം സാധാരണ മറ്റുള്ളവർ കണ്ടാൽ മതി. അതിനപ്പുറം അതിനെ നമ്മളുടെ സ്വീകരണ മുറിയിലേക്ക് ഒരു വളരെ ദുരിതമുണ്ട്. ഇപ്പൊ ഉദാഹരണം ലാസ്റ്റ് വരുവാണെങ്കിൽ വെടിക്കെട്ട് അപകടം ഉണ്ടായി. അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വാൽപ്പാറയിലൊരു ഒരു കാർ അപകടം, ഒരു 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 ടെമ്പോ ട്രാവലർ അധ്യാപകർ പോയിരുന്നു, അതിനകത്ത് 10-13 പേര് മരിച്ചുപോയി. അവരുടെ ശരീരം കൊണ്ടിരുന്നു, അവരുടെ ഡെഡ് ബോഡി. ഇത് യഥാർത്ഥത്തിൽ അതൊരു ന്യൂസ് എന്നതിലപ്പുറത്തേക്ക് നമ്മളുടെ സിമ്പതിയെയും നമ്മുടെ എല്ലാവരുടെയും മുന്നിലുള്ള മൃദുല വികാരങ്ങളെ അവർ ഉണർത്തി ഇതൊരു വലിയ കാര്യമായിട്ട് കൊണ്ടുവന്ന് എത്രയോ വ്യക്തികൾക്ക് അത് പ്രശ്നമുണ്ടാകുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം. കാരണം ഹോമിയോപ്പതിയിൽ ഒരു റൂബ്രിക് ഇതിനാണല്ലോ, സാഡ് സ്റ്റോറീസ് അഫക്ട് ഹർ പ്രൊഫൗണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പതറ്റിക് ആയിട്ടുള്ള സങ്കടകരമായ കാഴ്ചകൾ, സങ്കടകരമായ കഥകൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നു മുതൽ വീണ്ടും
എത്രയോ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കാം ചില പല വ്യക്തികളും വല്ലാതെ പിന്നെ നോർമൽ ആയിട്ടുള്ള ലൈഫിലേക്ക് എത്തുന്നത്. അവരിൽ അതൊരു സൈക്കിളും ബ്രെയിനിലും ഓർഗനിലും എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടൊരു അപകടത്തിൽപ്പെട്ട ഒരു കുട്ടി ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, ഇപ്പം പണ്ട് നമുക്കറിയാം ഒരു മണ്ണിടിച്ചിലിൽ കോഴിക്കോടുള്ള ഒരു ഒരു ഇത് വന്നപ്പം അതിന്റെ ലൈവായിട്ടുള്ള വന്നിട്ട് എന്തെല്ലാം ഒരു എത്രമാത്രം ഈ ന്യൂസ് വാല്യൂ ഉള്ളതാണ്. പക്ഷെ ഇത് മനുഷ്യ വ്യക്തികളിൽ ഉണ്ടാകുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ ചില സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും, പണ്ട് അൽഷിമേഴ്സിനെ പറ്റി ഒരു സിനിമ ഇറങ്ങിയിരുന്നു, തന്മാത്ര എന്നൊരു സിനിമ ഉണ്ടായപ്പോൾ. ആ സിനിമ വന്നു കഴിഞ്ഞതിന് ശേഷം മനുഷ്യരെല്ലാം എന്തെങ്കിലും മറന്നു വെച്ച് പോയ അൽഷിമേഴ്സ് ആണോ? പല ആൾക്കാരും ഡോക്ടർമാരുടെ അടുത്ത് പോയി സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് രോഗമുണ്ടോ. അപ്പോൾ രോഗത്തെ പറ്റി മാത്രമല്ലാതെ ഈ വളരെ മൃദുല വികാരങ്ങളെ ഉണർത്തുന്ന രീതിയിലുള്ള ന്യൂസുകളും ഇന്ന് നമുക്ക് കോൺഫ്ലിക്റ്റിന് കാരണമാകുന്നു. കാരണം സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ സ്വയം നമുക്ക് ശക്തരായിട്ടിരിക്കുന്നതിനുള്ള ഏറ്റവും ഒരു മികച്ച ആശയമാണ് GSK സ്വയം മനസ്സിലാക്കുക. ഡോക്ടർ വർഗീസ് എപ്പോഴും പറയുന്ന പോലെ നീന്തൽ പഠിക്കുന്നത് വെള്ളത്തിൽ പോയി മുങ്ങിച്ചാകാൻ നേരത്തല്ല നീന്തൽ പഠിക്കുന്നത്, മറിച്ച് വെള്ളത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെയാണ് നീന്തൽ പഠിക്കേണ്ടത്. വെള്ളത്തിൽ പോയി മുങ്ങിച്ചാകാൻ നേരത്ത് നമ്മൾ നീന്തൽ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. അതിനാൽ ഈ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരും തന്നെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നമ്മളുടെ ഉപകാരപ്രദമായ കുറച്ച് സമയങ്ങളൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും ഇതിൽ മാസ്റ്റർ ആകാൻ കഴിയും. ഇന്നിപ്പം ഏറ്റവും പ്രധാനമായിട്ടും ഡോക്ടർമാരല്ലാത്ത ആൾക്കാർക്കാണ് കൂടുതലായ ഗുണം കിട്ടുന്നത്. കാരണം ഡോക്ടർമാർക്ക് ചില അറിവിൻ്റെതായ ചില ഭാരമുണ്ട്. അവരുടെ അറിവിന്റെ ഭാഗങ്ങൾ നിറഞ്ഞു തുളുമ്പിയിരിക്കുന്നതുകൊണ്ട് ഒരു പുതിയൊരു അറിവിനെ അവർ സ്വീകരിക്കുന്നില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ആർക്കും ഒന്നും പറയാനില്ലെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ അനിത എന്തെങ്കിലും? സാറേ, ചോദ്യം ചോദിക്കുന്ന ആരും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. സാം മാത്യു. സാർ നമസ്കാരം സാർ. നമസ്കാരം. ഡോക്ടർ വേണാണ് സാർ. ഇത് മെനിഞ്ചസ് ഏത് ലെയറാണ്? മെനിഞ്ചസ്, ഡ്യൂറാമാറ്റർ ഇതൊക്കെ ഏത് ലെയറിൽ വരും? നമുക്ക് ഏത് ലെയർ ആണെന്നുള്ളതിന് പറയുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ അത് ഏത് ലെയർ ആണെന്ന് കണ്ടെത്താൻ പറ്റും? മെനിഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? കവറിംഗ് അല്ലേ? ഒരു കവറിംഗ് ആണ്. എന്തിനാണ് കവറിംഗ്? പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇന്റർണൽ സ്ട്രക്ചർ. യെസ്, പ്രൊട്ടക്ഷൻ. അപ്പൊ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് പ്രൊട്ടക്ഷൻ ഉള്ളത്? നമ്മുടെ പ്ലൂറ പ്രൊട്ടക്ഷൻ ആണ് അല്ലേ? പെരിറ്റോണിയം പെരിറ്റോണിയം പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? ഇതെല്ലാം മീസോഡിയമിന്റെ ഭാഗമാണ്. പ്രൊട്ടക്ഷൻ ഓൾഡ് മീസോഡിയം. ഓക്കെ. നമ്മൾ ഏത് അവയവമാണെങ്കിലും ആ അവയവത്തിന്റെ ഫങ്ഷൻ എന്താണ്, അവയവം എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എവിടെ നിന്നാണ് ആ സെൽ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേറൊരു സെല്ലിന്റെ കാര്യം ഡോക്ടർ ചോദിക്കൂ, അല്ലെങ്കിൽ വേറൊരു അവയവത്തിന്റെ കാര്യം ഡോക്ടർക്ക് അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ പറയൂ ഡോക്ടർ. ലങ്ങില് പല പാർട്സ് ഉണ്ടല്ലോ, ആൽവിയോലൈ, ബ്രോങ്കൈ, അങ്ങനെ തിരിച്ചറിയുന്ന അത് പലപ്പോഴും നമുക്ക്
എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് അനുസരിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ലങ് ആൽവിയോളയിലാണെങ്കിൽ ബ്രോങ്ക്യൂൾസിലാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ലാസ്റ്റ് പലപ്പോഴും ഒരു ബയോപ്സിയിൽ കൂടി മാത്രമാണ് തിരിക്കുന്നത്. ഇപ്പൊ ലങ് ആൽവിയോളയിലാണെങ്കിൽ നമുക്കറിയാം എൻഡോഡിയം ആണ് അത്. സ്കെയർ ഫ്രൈറ്റ് അല്ല മറ്റേ ഫ്രൈറ്റ് ആണ്. ഫ്രൈറ്റ് ആയതുകൊണ്ടാണ് ലങ് ആൽവിയോളയിലും ബ്രോങ്ക്യൂൾസിലും നമുക്ക് തിരിച്ചറിയുന്നതിന് അത്ര എളുപ്പമല്ല. പക്ഷെ പലപ്പോഴും എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഒരു എക്സ്റേ കൂടിയോ അല്ലെ മറ്റു മാർഗങ്ങളിൽ കൂടിയോ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിൽ ബ്രോങ്ക്യൂൾസിലാണെങ്കിൽ എക്ടോഡിയമിൽ തന്നെയാണ്, കാരണം എക്ടോഡിയം അകത്തേക്ക് കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ ഡോക്ടർ വർഗീസ് ഞാൻ പറയുന്നതിൽ. നമ്മൾ തുടങ്ങാൻ 10 മിനിറ്റ് താമസിച്ചു. അത് ഒരു ടെക്നിക്കൽ പ്രശ്നം മൂലമായിരുന്നു താമസിച്ചത്. ഡോക്ടർ അനിത, നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്താലോ? പ്രത്യേകിച്ച് ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ. സാറേ ഡോക്ടർക്ക് ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ? സാറേ നമുക്ക് വേരിക്കോസ് വെയിൻ വരുമ്പോഴേ ഡോക്ടർ വേരിക്കോസ് വെയിനെ പറ്റി കഴിഞ്ഞ ദിവസം ഡോക്ടർ വർഗീസിന്റെ വളരെ ബ്യൂട്ടിഫുൾ ക്ലാസ് ഉണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്. വേരിക്കോസ് വെയിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒറ്റ കോൺഫ്ലിക്റ്റേ ഉള്ളൂ, ദാറ്റ് ഈസ് ബോൾ ആൻഡ് ചെയിൻ കോൺഫ്ലിക്റ്റ്. എന്ന് പറഞ്ഞാൽ എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ് എവിടെ, ഒരു പ്രത്യേക സ്ഥലത്ത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പോകാൻ പറ്റാതെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നു. പക്ഷെ ഈ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഈ രോഗിക്ക് പോലും അറിയത്തില്ല. കാരണം പുള്ളി ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പുള്ളിയുടെ ധാർമ്മികത, വ്യക്തിയുടെ ധാർമ്മികത അനുസരിച്ചിട്ട് പുള്ളി ഈ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക തന്നെയാണ്. പക്ഷെ പുള്ളിയുടെ ഉള്ളിലുള്ള ഒരാഗ്രഹമായിരുന്നു യാത്ര ചെയ്യുക എന്നത്, ഇതിനകത്ത് നിന്നും പുറത്തു പോവുകയും ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് ധാർമ്മികമായതാണ് പലപ്പോഴും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കങ്ങനെ. പക്ഷേ ശരിക്കും സൈക്ക് ആണ് സൈക്കിന് മാത്രമേ അറിയത്തുള്ളൂ എന്നെ കെട്ടിയിട്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കെട്ടിയിട്ടപ്പെട്ടത് കൊണ്ട് അതല്ലെങ്കിൽ എനിക്ക് ഈ സർക്കിളിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല എന്ന ആ ആശയത്തിന്റെ ഫലമായി ഇയാളെ പുറത്ത് കടത്തുന്നതിനായിട്ട് കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നതിനായി വെയിനുകളെല്ലാം തന്നെ പ്രത്യേകിച്ചും കാലിന്റെ അല്ലെങ്കിൽ ഏത് കാരണത്തിലാണ് റൈറ്റ് സൈഡിലാണെങ്കിൽ പ്രത്യേകമായ വീട്ടിന്റെ ആണെങ്കിൽ വീട്ടിന്റെ, അതല്ലെങ്കിൽ പാർട്ട്ണറുടെ ആണെങ്കിൽ പാർട്ട്ണറുടെ, നമ്മുടെ സൈഡുകളെ പറ്റിയൊക്കെ നമുക്കറിയാമല്ലോ. ആ ആശയം അതനുസരിച്ചിട്ട് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറയുമ്പോഴാണ് പലപ്പോഴും ഒരു GNM പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു GSK അറിയാവുന്ന ഒരു വ്യക്തി പറയുമ്പോഴാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലത്തിന് അടിമയാണ് ഇയാളെന്ന് പോലും അറിയുന്നത്. കഴിഞ്ഞ ദിവസം ഡോക്ടർ വർഗീസ് അതിനെപ്പറ്റി വളരെ ഭംഗിയായിട്ടിരുന്നു. എനിക്കും ധാരാളമായിട്ട് കേസുകൾ പലപ്പോഴും ഈ നമ്മുടെ കച്ചവടക്കാരെല്ലാം തന്നെ ഇതിന് കാരണം. പണ്ട് കാലത്ത് എല്ലാവരും പറയുന്നത് ഈ ആശാരിപ്പണി എടുക്കുന്നവർക്ക് ഇരുന്നിട്ടാണെന്ന്. അതൊന്നുമല്ല. പലപ്പോഴും കച്ചവടക്കാര് അവര് ചെറിയ കച്ചവടം നടത്തുന്നവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ കടയിൽ തന്നെയാണ്. അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. പല ആൾക്കാരും പറയുന്നത് അവിടെ നിന്നിട്ട് സാധനം എടുത്തിട്ടാണ്. അതൊന്നുമല്ല, അവർ ഫെഡപ്പായിട്ട് നിൽക്കുകയാണ്. ഒരു പരിധി വരെ നമ്മൾ ഡോക്ടർമാരുടെ ഇടയിലുണ്ട്. ക്ലിനിക്കിൽ പോകുന്നു, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു. പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ട് ചിലർക്ക് ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് അത്ര സുഖകരമല്ല. അതിനെ ഒരു എൻജോയ്മെന്റ് ആയിട്ട് കാണാതെ അതൊരു വലിയൊരു ജോലിയായിട്ട്, ഒരു ബർഡൻ ആയിട്ട് കാണുമ്പോൾ ഈ ഡോക്ടർമാർക്കും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം ക്ലിനിക്കിലും വീട്ടിലുമായിട്ട് കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ആശയമാണ് അത് വഴിയായിട്ടുള്ളത്. ഓക്കെ ഡോക്ടറെ.
മനസ്സിലായല്ലോ ഡോക്ടറെ? മനസ്സിലായി ഡോക്ടറെ. ഇന്ന് എനിക്കൊരു കേസ് ഉണ്ടായിരുന്നപ്പോ അവരുടെ ആ ഹസ്ബൻഡിന് 4 വർഷം മുമ്പ് സ്ട്രോക്ക് വന്നു. അപ്പൊ ആ അന്ന് ആ മുതൽ പുള്ളിക്കാരിക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പൊ സാറി പറഞ്ഞ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവർക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല. ഹസ്ബൻഡിനെ നോക്കി സംരക്ഷിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പൊ ഒരു 6 മാസമായിട്ട് ആ പുള്ളി കുറച്ച് ഓക്കെ ആയിട്ട് പുള്ളി നടക്കാനും ഒക്കെ തുടങ്ങിയായിരുന്നു. അപ്പൊ ഈ നടക്കാൻ തുടങ്ങി ആ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് വീണ്ടും പുള്ളി ഒരു വണ്ടി വന്ന് പുള്ളി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി വന്നിടിച്ച് പുള്ളിക്ക് വീണ്ടും ഉം, ഹിപ്പ് ബോണിന് ഫ്രാക്ചർ ആയി. അപ്പൊ ഇവരുടെ കാലിലെ വെരിക്കോസ് വെയിന് പൊട്ടി ഉം, ഉം, വീണ്ടും. അപ്പൊ ഉം, അപ്പൊ അവരെന്നോട് പറഞ്ഞു ഹസ്ബൻഡിന് വയ്യാതായപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് എന്റെ ഈ ഒരു പ്രശ്നം എന്ന്. ഉം, അപ്പൊ ഇവരെല്ലാം മക്കൾ രണ്ടുപേരും ഉണ്ട്, അവര് ജോലിക്കാരാണ്. ഇവരെല്ലാം വേറെ ആരും പുള്ളിയെ നോക്കാനൊട്ട് ഇല്ലതാനും. ഉം, ഉം. അപ്പൊ ഇവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല എന്ന് അവര് ഓപ്പണായിട്ട് നമ്മളോട് പറഞ്ഞു ആ കേസ്. ആ ആ എനിക്കത് കാരണം അതുകൊണ്ടാണ് ഡോക്ടറെ ഇറങ്ങാൻ പറ്റില്ല. ഡോക്ടറിനെ പോലും കാണാനൊന്ന് വരാന് എനിക്ക് പറ്റണില്ല. പറ്റുന്നില്ല. ഓക്കെ ഓക്കെ. അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് കോൺഫ്ലിക്റ്റ്. വളരെ കൃത്യമാണ് ഡോക്ടറെ, അതൊക്കെ വളരെ വളരെ കൃത്യമാണ്. ഒരിക്കലും ഇപ്പൊ ഒരാൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് ചില ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് സ്ഥലം മാറുമ്പോൾ രോഗങ്ങൾ സുഖമാകുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ആദ്യത്തെ സ്ഥലത്ത് ആണ് ഇയാളുടെ പ്രോബ്ലം കിടക്കുന്നത്. അത് ട്രാക്ക് ആയിട്ടാണ് കിടക്കുന്നത്. അത് ചിലപ്പോൾ വീടാകാം, ജോലി സ്ഥലമാകാം. ഇപ്പൊ പല ആൾക്കാർക്ക് നേസൽ മ്യൂക്കോസ പ്രോഗ്രാം, അതായത് മൂക്കടപ്പ്, തുമ്മല്, ജലദോഷം, സ്ഥിരം ജലദോഷം, ഇതൊക്കെ നേസൽ മ്യൂക്കോസ പ്രോഗ്രാം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നേസൽ മ്യൂക്കോസ പ്രോഗ്രാം ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് മാറിയിട്ട് ചിലപ്പോൾ അവർ ചെന്നൈയിലോട്ട് പോയി. ചെന്നൈയിൽ ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യമില്ല. അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ രോഗം എല്ലാം കുറയാറുണ്ട്. ചിലപ്പോൾ വിദേശത്ത് പോകുന്നു. അതെല്ലാം നിലവിലുള്ള അറ്റ്മോസ്ഫിയറൽ കണ്ടീഷനിൽ നിന്നും മാറി നിന്നപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിലായിരുന്നു ഇയാളുടെ ട്രാക്കുകളും മറ്റുള്ളതും എല്ലാം കിടന്നത്. അതുകൊണ്ടാണ് അവരത് മാറിയപ്പോഴാണ് അവർക്ക് കംപ്ലൈന്റുകൾ മാറി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചില ആൾക്കാർക്കെങ്കിലും ഫീൽ കംഫർട്ട് വെൻ ചേഞ്ചിങ് ദ പ്ലേസ്. ഓക്കെ ഹണി, ഡോക്ടർ ഹണി. നമുക്കിനി അവസാനിപ്പിക്കാം. ഡോക്ടർ വർഗീസ് ഒന്ന് ഓൺ ചെയ്തായിരുന്നു. നന്നായിരിക്കുന്നു ഡോക്ടർ ശശി. നമുക്ക് ഈ മെയ് മാസത്തിലെ ആഘോഷത്തെ കുറിച്ച് കൂടി ഡോക്ടർ ഒന്ന് എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക. നമ്മൾ വേൾഡ് ഹോമിയോപ്പതി ഡേ എല്ലാവർക്കും അറിയാം. അതുപോലെ നമ്മൾ വേൾഡ് GNM ഡേ ഓർ GSK ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. അതിനെക്കുറിച്ചും കൂടെ ഡോക്ടർക്ക് പറയാം. ഓക്കെ ഡോക്ടർ തന്നെ പറഞ്ഞോളൂ. അത് ഡോക്ടർ പറയുന്നതും ഞാൻ പറയുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ. നമ്മൾക്ക് ഈ ഒരു മാസം വേൾഡ് ഹോമിയോപ്പതിക് ഡേ, വേൾഡ് GNM ഡേ ആണ്. വേൾഡ് GNM ഡേ എന്ന് പറയുമ്പം ഡോക്ടർ ഹാമറുടെ ബർത്ത്ഡേ ആണ്. മെയ് മാസത്തിലെ ഡേറ്റ് കൃത്യം ഞാൻ മറന്നുപോയി. അതിന്റെ ഭാഗമായി അതിന്റെ ഭാഗമായിക്കൊണ്ട് ശരിക്കും നമ്മൾ കേരളത്തിലുള്ള ഹോമിയോപ്പത്സ് ആണ് വേൾഡ് ഹോമിയോപ്പതിക് ഡേ ആഘോഷിച്ചത്, വരുന്ന കൺസെപ്റ്റ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെയാണ് ഡോക്ടർ വർഗീസിന്റെ മേൽനോട്ടത്തിലുള്ള GSK ഗ്ലോബൽ GSK ഫൗണ്ടേഷൻ ആണ് വേൾഡ് GNM ഡേ എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കുകയും അതനുസരിച്ചിട്ട് ആഘോഷങ്ങൾ ഈ ഒരു മാസമുണ്ട്. അപ്പോൾ ധാരാളം വീഡിയോസും ധാരാളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എല്ലാം യൂട്യൂബ് ചാനലിലും പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് എല്ലാവരും കയറി കാണുക. അതിനോടൊപ്പം തന്നെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ഷെയർ ചെയ്യുക. അതനുസരിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാംസും അതനുസരിച്ചിട്ടുള്ള പ്രസന്റേഷൻസും ഉണ്ടാക്കാൻ പറ്റുന്നവരുണ്ടാക്കുകയാണെങ്കിൽ ഡോക്ടർ വർഗീസിന്റെ മേൽനോട്ടത്തിലുള്ള അത് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്. ഡോക്ടർ വർഗീസുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ ആ ടീം ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അതിലും കൂടി പങ്കെടുക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ വർഗീസിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നു. നമുക്കിനി അവസാനിപ്പിക്കാം. ഡോക്ടർ അനിത. അങ്ങനെ ചെയ്യാം സാറേ. ശരി 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 സാറേ
താങ്ക്സ് ഗിവിങ്ങിന് നമ്മുടെ ദേവാനന്ദ ഡോക്ടർ ഒന്നും ഇന്ന് എത്തിയിട്ടില്ലാണ്ടോ? എത്തിയിട്ടില്ല. ആരെങ്കിലും മതിയല്ലോ, അപ്പം അല്ലെങ്കിൽ താങ്ക്സ് വേണ്ടെന്ന് വെച്ചാൽ മതിയല്ലേ. ഓക്കെ, അപ്പം നല്ലൊരു നമുക്ക് സെഷൻ ആയിരുന്നു അവസാനിപ്പിക്കാം. സാർ ഡോക്ടറെ, നല്ല സെഷൻ ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമുക്ക് ഈ അവസാനിപ്പിക്കാം. വേൾഡ് GNM സെലിബ്രേഷൻസിൽ നമ്മളും പങ്കെടുക്കാം. എല്ലാവർക്കും അതിന്റെ ഒരു പാർട്ടായിട്ട് മാറണം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ എൻഡ് ചെയ്യാം. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമസ്കാരം.